എങ്ങനെയാണ് പ്രവാചകന് സ്വലാത്തും സലാമും പറയേണ്ടത്? അതിൻ്റെ ഏറ്റവും ചെറിയ രൂപം എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ സ്വലാത്ത് നൽകണമേ, പ്രവാചകന് റഹ്മത്തും ഫളലും നൽകണമേ, മലക്കുകൾക്കിടയിൽ പ്രവാചകൻ്റെ പ്രശംസ നീ പറയണമേ. സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ സ്വലാത്തിൻ്റെ ഏറ്റവും ചെറിയ രൂപം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ സലാം കൂടി നേരണം, സലാമത്തുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തുകൂടി അതിനോട് കൂട്ടിച്ചേർക്കാം? അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ മുഹമ്മദ്. നോക്കൂ, സിമ്പിളാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി, നീ പ്രവാചകന് സ്വലാത്ത് നൽകണം, വസല്ലിം, പ്രവാചകന് നീ സലാമും നൽകണം, സംരക്ഷണവും നൽകണം, അലാ മുഹമ്മദ്. ഇനി അവിടെ നമുക്ക് പ്രവാചകൻ്റെ വിശേഷണങ്ങൾ പറയാം. അലാ അബ്ദിക, നിൻ്റെ അടിമയായ, അതേപോലെ തന്നെ റസൂലിക, നിൻ്റെ റസൂലായ മുഹമ്മദ് നബിയുടെ മേൽ എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആനിലും ഹദീസിലും വന്ന വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് ആ നബിയുടെ മേൽ നീ സ്വലാത്ത് നൽകണമേ, സലാം നൽകണമേ എന്ന് പറയാം, വിരോധമില്ല. അപ്പോൾ ഏറ്റവും ചെറിയ രൂപം എന്നുള്ളത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. സ്വലാത്ത് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഇനി സലാമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം, അങ്ങനെയെല്ലാം പറയാവുന്നതാകുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറയാവുന്നതാകുന്നു. എന്നാൽ ചില ആളുകൾ, ഇവിടെ നമുക്കറിയാം സ്വലാത്തും സലാമും നേരണമെന്നാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അങ്ങനെയാകുമ്പോൾ ഒരു സ്വലാത്തും ഒരു സലാമും ആ ഒരു രൂപത്തിൽ പോവലാണ് ഖൈർ. ചിലർ പറയാറുണ്ട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഒരു സലാമേ നമ്മൾ കാണുന്നുള്ളൂ, രണ്ട് സ്വലാത്തും. അത് വിരോധമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ പലപ്പോഴും ഒരു ഈണത്തിൽ പാടാൻ വേണ്ടി ആളുകൾ ആ ചൊല്ലുന്നതിൽ ഒരു സലാമും രണ്ട് സ്വലാത്തുമാണുള്ളത്. അതിനേക്കാൾ നല്ലത് ഒന്നെങ്കിൽ രണ്ട് സലാം വരണം, അല്ലെങ്കിൽ ഒരു സ്വലാത്തും ഒരു സലാമും. അതാണ് ഖൈറായിട്ടുള്ളത്. അപ്പോൾ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലം, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് എന്നിങ്ങനെ ചെറിയ രൂപത്തിൽ പറയാവുന്നതാകുന്നു. ഇനി സലാം മാത്രം പറയാൻ അനുവാദമുണ്ടോ? സലാം മാത്രം പറയാനും അനുവാദമുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു ഖുസൈമയും മറ്റും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് കയറുമ്പോഴുള്ള ഒരു ദുആ പഠിപ്പിക്കുകയാണ്. അവിടെ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത്, ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ, നിങ്ങളിൽ ഒരാൾ മസ്ജിദിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഫൽ യുസല്ലിം അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നബിയുടെ മേൽ സലാം പറയണം. അപ്പോൾ വസ്സലാമു അലാ റസൂലില്ലാ, ബിസ്മില്ലാ വസ്സലാമു അലാ റസൂലില്ലാ, സലാം പറയുക. അതേ സന്ദർഭത്തിൽ ഇബ്നു സുന്നി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അമലുൽ യൗമി വല്ലൈല എന്ന സമാഹാരത്തിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ മസ്ജിദ, അല്ലാഹുവിൻ്റെ റസൂൽ പള്ളിയിലേക്ക് കയറിയാൽ ഖാല, പ്രവാചകൻ പറയും, ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഏറ്റവും ചെറിയ രൂപമാണ്. നോക്കൂ, അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ മേൽ നീ സ്വലാത്ത് നൽകണമേ. അപ്പോൾ റസൂല് പഠിപ്പിച്ച ചെറിയ രൂപമാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. നേരത്തെ പറഞ്ഞതിൽ ഫൽ യുസല്ലിം എന്നുകൂടിയുണ്ട്, നിങ്ങൾ സലാമും പറയുക. അപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ മുഹമ്മദ്, അല്ലെങ്കിൽ അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് എന്നിങ്ങനെ പറയാവുന്നതാകുന്നു. ഇതാകുന്നു ഏറ്റവും ചെറിയ രൂപം. ഇത് നമസ്കാരത്തിന് പുറത്ത്, നമസ്കാരമല്ലാത്ത, നമുക്കറിയാം നമസ്കാരത്തിലൊരു സ്വലാത്തുണ്ട്, ഇബ്രാഹിമി സ്വലാത്ത്. ആ സ്വലാത്തല്ലാതെ നമസ്കാരത്തിന് പുറത്ത് നമ്മൾ നബിയുടെ പേരിൽ സ്വലാത്ത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സലാം നേരുമ്പോൾ നബിയുടെ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട വിശേഷണങ്ങൾ നൽകുന്നതിന് വിരോധമില്ല. നബിയുടെ വിശേഷണങ്ങൾ നമുക്കറിയാവുന്നത് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള നബിക്ക് നീ സ്വലാത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ വിരോധമില്ല. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൽ സ്വലാത്തിൻ്റെ വലിയ ഒരു രൂപമുണ്ട്. അത് നമസ്കാരത്തിൽ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടതാണ്. അത് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ചൊല്ലേണ്ടതുണ്ട്. അതിനാണ് ഇബ്രാഹിമി സ്വലാത്ത് എന്ന് പറയുന്നത്. ഇബ്രാഹിമി സ്വലാത്ത് നമസ്കാരത്തിന് പുറത്ത് നമുക്ക് ചൊല്ലാം, വിരോധമില്ല. നമസ്കാരത്തിൽ നമ്മളത് ചൊല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ തന്നെയായിരിക്കണം അത്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് എപ്രകാരമാണോ നിങ്ങൾ കണ്ടത് അതേപോലെ നിങ്ങൾ നമസ്കരിക്കേണ്ടതാണ്. അവിടെ നമ്മുടെ വകയായി വാക്കുകൾ കൂട്ടിച്ചേർക്കുവാൻ പാടില്ലാത്തതാണ്. അത് ഏറ്റവും ശ്രേഷ്ഠമായതും വലിയ സ്വലാത്തുമാണത്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസുകൾ പരിശോധിക്കുമ്പോൾ 7ഓളം രൂപങ്ങൾ, അത് 7ഉം വളരെ വ്യത്യസ്തമായ രൂപത്തിലല്ല, ചെറിയ ചില പദങ്ങൾ, പ്രവാചകൻ്റെ വിശേഷണങ്ങൾ, നബിയുടെ കുടുംബത്തെ സംബന്ധിച്ച് പറയുമ്പോഴുള്ള വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങളിലുള്ള നേരിയ വ്യത്യാസത്തോടുകൂടി 7ഓളം രീതികൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിം ഇമാം ത്വഹാവിയുമൊക്കെ സ്വഹീഹായ സനദോടുകൂടി ഉദ്ധരിക്കുന്നതിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ
അള്ളാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ സ്വലാത്ത് നൽകണമേ. അതെന്താണെന്ന് നമ്മൾ പഠിച്ചു. വഅല അഹ്ലി ബൈത്തിഹി, നബിയുടെ കുടുംബക്കാർ, നബി കുടുംബം. അതേപോലെ തന്നെ വഅല അസ്വാജിഹി, നബിയുടെ ഇണകൾ. വദുർരിയത്തിഹി, നബിയുടെ സന്താനങ്ങളും. ഇവിടെ നബിയുടെ കുടുംബം എന്ന് പറയുമ്പോൾ അവിടെ മുസ്ലിമീങ്ങളായ കുടുംബങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. നബിയുടെ കുടുംബക്കാരിൽ അവിശ്വാസികളും ഉണ്ടായിട്ടുണ്ട്, അവർ ഇതിൽ ഉദ്ദേശിക്കപ്പെടുന്നില്ല. അപ്പോൾ വിശ്വാസികളായ നബി കുടുംബത്തിനും നബിയുടെ ഭാര്യമാർക്കും, അതാണ് വഅല അസ്വാജിഹി വദുർരിയത്തിഹി, നബിയുടെ സന്താനങ്ങൾക്കും നീ സ്വലാത്ത് നൽകണമേ. കമാ സ്വല്ലൈത അല ആലി ഇബ്രാഹീമ, ഇബ്രാഹിം കുടുംബത്തിന് നീ സ്വലാത്ത് നൽകിയതുപോലെ. ഇന്നക ഹമീദും മജീദ്, തീർച്ചയായും നീ ഹമീദാണ്, സ്തുത്യർഹനാണ്, മജീദ് മഹത്വമുള്ളവനാണ്. വബാരിക് അല മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ മേൽ നീ ബറക്കത്ത് നൽകണമേ. വഅല ആലി ബൈത്തിഹി, നബിയുടെ കുടുംബത്തിനും. വഅല അസ്വാജിഹി, നബിയുടെ ഇണകൾക്കും. വദുർരിയത്തിഹി, നബിയുടെ സന്താനങ്ങൾക്കും. കമാ ബാറക്ത അല ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്, ഇബ്രാഹിം കുടുംബത്തിന് നീ ബറക്കത്ത് നൽകിയതുപോലെ നീ സ്തുത്യർഹനും അതേപോലെ തന്നെ മഹത്വമേറിയവനുമാകുന്നു. ഇതാണ് ആ സ്വലാത്തിൻ്റെ അടിസ്ഥാന രൂപം. ഇതിൽ നബിയെ സംബന്ധിച്ച് പറയുന്നിടത്തും നബി കുടുംബത്തെ സംബന്ധിച്ച് പറയുന്നിടത്തുമെല്ലാമുള്ള പദങ്ങളിലുള്ള ചെറിയ വ്യത്യാസങ്ങളാണ് മറ്റ് എല്ലാറ്റിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന് രണ്ടാമത്തെ ഒരു രൂപം നോക്കൂ നിങ്ങൾ. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളതാണത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഇവിടെ വഅല ആലി മുഹമ്മദ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞതിൽ അഹ്ലു ബൈത്ത്, നബിയുടെ അസ്വാജ്, നബിയുടെ ദുർരിയത്ത് എന്നൊക്കെ വിശദമായി തന്നെ പറഞ്ഞു. ഇവിടെ വിശദമായി പറയാതെ നബി കുടുംബം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇബ്രാഹിം നബി ഇവിടെ പ്രത്യേകം പേരെടുത്തു പറഞ്ഞു, പിന്നീട് ഇബ്രാഹിം കുടുംബം എന്നും പറയുകയുണ്ടായി. അപ്പോൾ ഇതാണ് അതിൻ്റെ മറ്റൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള രൂപം. അതേ സന്ദർഭത്തിൽ മൂന്നാമതൊരു രൂപം ഇമാം നസായിയും ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിം അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് വബാരിക് അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീം വആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ചെറിയ വ്യത്യാസങ്ങൾ അതിലുള്ളൂ. അതേപോലെ നാലാമത്തെ രൂപം ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നതിൽ കാണാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയി, ഉമ്മിയായ നിരക്ഷരനായ നബി, ആ നബിയുടെ മേൽ, അത് നബിയുടെ ഒരു വിശേഷണമാണ്, നിരക്ഷരനായ നബിയുടെ മേൽ അല്ലാഹുവേ നീ സ്വലാത്ത് നൽകണമേ. വഅല ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയി വഅല ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇവിടെ ഫിൽ ആലമീന എന്ന് അവസാനത്തിൽ കമാ ബാറക്ത അല ഇബ്രാഹിം അല്ലെങ്കിൽ കമാ ബാറക്ത അല ആലി ഇബ്രാഹിം എന്നതിന് ശേഷം ഫിൽ ആലമീന എന്ന് കാണാം. അതേപോലെ തന്നെ ഇന്നക ഹമീദും മജീദ് എന്ന് അവസാനം മാത്രമേ ഉള്ളൂ. ചിലതിൽ ആദ്യത്തേതിലും വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്നതിൽ ഇന്നക ഹമീദും മജീദ് എന്ന് പറഞ്ഞിട്ട് വബാരിക അലാ മുഹമ്മദിൻ എന്ന് പറഞ്ഞ് വീണ്ടും ഇന്നക ഹമീദും മജീദ് എന്നുണ്ട്. ഇതിൽ ഇന്നക ഹമീദും മജീദ് എന്ന് അവസാനത്തിൽ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഇമാം ബുഖാരിയും നസായിയും ത്വഹാവിയും ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ അവരെല്ലാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക. അവിടെ അബ്ദിക വ റസൂലിക എന്ന് നബിയുടെ മറ്റ് രണ്ട് വിശേഷണങ്ങൾ, ഒന്ന് അബ്ദാണ്, മറ്റൊന്ന് റസൂലാണ്, അതിവിടെ കൊണ്ടുവന്നത് കാണാൻ കഴിയും. കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹിം വബാരിക അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക വഅല ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹിം. ഇവിടെ ഇന്നക ഹമീദും മജീദ് എന്ന് കാണാൻ സാധിക്കുന്നില്ല, ഫിൽ ആലമീന എന്നും കാണാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ മറ്റൊരു രൂപമാണ് ആറാമത്തത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല അസ്വാജിഹി വദുർരിയത്തിഹി കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹിം വബാരിക അലാ മുഹമ്മദിൻ വഅല അസ്വാജിഹി വദുർരിയത്തിഹി കമാ ബാറക്ത അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഇവിടെ അഹ്ലു ബൈത്ത് എന്ന് പറയാതെ അല അസ്വാജിഹി വദുർരിയത്തി എന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ആലി മുഹമ്മദ് എന്നതിന് പകരമായിക്കൊണ്ട്. അതേപോലെ തന്നെ ഏഴാമത്തൊരു രൂപം ഇമാം നസായിയും ത്വഹാവിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ വബാരിക അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ. നോക്കൂ, ഇവിടെ സ്വലാത്തും ബറക്കത്തും ഒരേ സ്ഥലത്ത് തന്നെയാണ് പറയുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് വബാരിക അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് കമാ സ്വല്ലൈത വബാറക്ത അലാ ഇബ്രാഹീം വഅല ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അപ്പോൾ ഈ ഏഴോളം രൂപങ്ങളിൽ ഇത് നമസ്കാരത്തിൽ ചൊല്ലേണ്ടതാണ്. നമുക്ക് ഇതിലേത് രൂപവും സ്വീകരിക്കാം. ഇത് നമസ്കാരത്തിന് പുറത്തും ചെല്ലാം, വളരെ ഹൈറാണ്. പക്ഷേ ഈ പഠിപ്പിക്കപ്പെട്ടതിൽ കൂടുതലായിട്ടുള്ള പദങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദീന് പഠിപ്പിച്ചു തരേണ്ടത് ആരാണ്? അള്ളാഹുവിൻ്റെ റസൂലല്ലേ. അപ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ പദങ്ങളുണ്ടാക്കുക, നമ്മുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പറഞ്ഞയച്ചതിൽ യാതൊരു അർത്ഥവുമില്ലാതെയായി മാറും.
അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിയിലൂടെ വഹി നൽകുന്നു, വേദഗ്രന്ഥം അവതരിപ്പിക്കുന്നു, പ്രവാചകന് ജനങ്ങൾക്ക് എങ്ങനെയാണ് ദീന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് വ്യക്തമായി പഠിപ്പിച്ചു തരുമ്പോൾ അതൊക്കെ മാറ്റി നമ്മുടെ ഇഷ്ടപ്രകാരവും നമ്മൾ ചില സ്വലാത്തുകൾ ഉണ്ടാക്കുക, നമ്മുടെ ഇഷ്ടപ്രകാരം സ്വലാത്തിന് മഹത്വം പറയുക, നമ്മുടെ ഇഷ്ടപ്രകാരം സ്വലാത്ത് ചൊല്ലുന്നതിന് രീതികൾ കണ്ടെത്തുക, നമ്മുടെ ഇഷ്ടപ്രകാരം ചില പ്രത്യേക സമയങ്ങളും സന്ദർഭങ്ങളും എണ്ണവും ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുക. അതൊരിക്കലും പാടില്ല. ദീനിലത് പാടില്ല. അതിനുള്ള അവകാശം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അമ്പിയാക്കൾക്ക് വഹയിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ്. അമ്പിയാക്കൾക്ക് പോലും അതിൽ സ്വന്തം വക ഒന്നും കൂട്ടാനും കുറയ്ക്കാനും സാധ്യമല്ല. അതുകൊണ്ടാണ് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് അവർ നബിയിൽ നിന്നാണ് പഠിച്ചത്. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അബൂ ഹുമൈദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വഹാബികൾ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ നുസല്ലി അലൈക്, നബിയെ ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടത്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പഠിപ്പിച്ച ആ രൂപങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നത്. അപ്പോൾ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ സ്വന്തം നിലക്ക് അവർ സ്വലാത്ത് കെട്ടിച്ചമച്ചുണ്ടാക്കിയില്ല. അവർക്ക് അറബി അറിയാം, അവർക്ക് നബിയുടെ മഹത്വം അറിയാം, അവർ പ്രഗത്ഭരായ സ്വഹാബികളാണ്. എന്നിട്ടും സ്വന്തം നിലക്ക് അവർ സ്വലാത്ത് ഉണ്ടാക്കിയില്ല, നബിയോട് ചോദിച്ചു പഠിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇബ്രാഹിമി സ്വലാത്തിൽ ചില ആളുകൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ എന്ന് ചൊല്ലുന്നതിനെ സംബന്ധിച്ച് മഹാപണ്ഡിതനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നബിയോ സ്വഹാബികളോ താബീങ്ങളോ തബൗ താബീങ്ങളോ അവരാരിൽ നിന്നും തന്നെ സയ്യിദിന എന്ന പദം കാണാൻ കഴിയില്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ ഏറ്റവും നല്ല രൂപത്തിൽ സ്വലാത്ത് ചൊല്ലിയ വ്യക്തിത്വമാണ്. അദ്ദേഹം പോലും സയ്യിദിന എന്ന് ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നാണ്. അപ്പോൾ നമസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതിൽ നിന്ന് നമ്മൾ മാറാൻ പാടില്ല. അവിടെ നമ്മൾ സയ്യിദിന എന്ന് ഉപയോഗിക്കുന്നത് ശരിയല്ല. എന്നാൽ ഉലമാക്കൾ പറഞ്ഞു, നമസ്കാരത്തിന് പുറത്ത് നമ്മൾ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ നബിയുടെ വിശേഷണങ്ങൾ പറയുന്നതിന് കുഴപ്പമില്ല. അവിടെ സയ്യിദിന എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. അവിടെ നബിയുടെ അന്നബിയിൽ ഉമ്മി എന്ന് പറയുന്നതിന് വിരോധമില്ല. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടിമയായ റസൂലായ ഖാത്തമുൽ അംബിയ അഷ്റഫുൽ ഖൽക്കായ തുടങ്ങിയിട്ടുള്ള പ്രവാചകന് അനുവദിക്കപ്പെട്ട ഖുർആനിലും ഹദീസിലും വന്ന ശ്രേഷ്ഠതകൾ പറയാം. എന്നാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന രൂപത്തിലോ അള്ളാഹുവിൻ്റെ അസ്മാവ സിഫാത്തുകളിൽ പങ്കു ചേർക്കുന്ന രൂപത്തിലോ പ്രവാചകനെ ഏതെങ്കിലും നിലക്ക് ഉലൂഹിയത്ത് കൽപ്പിക്കുന്ന രൂപത്തിലോ ദിവ്യത്വം കൽപ്പിക്കുന്ന രൂപത്തിലോ ഉള്ള വിശേഷണങ്ങൾ ഒരിക്കലും പാടില്ലാത്തതാണ്. ഖുർആനിലും ഹദീസിലും വന്ന വിശേഷണങ്ങൾ പറയാം. അപ്പോൾ ഏറ്റവും ചെറിയ രൂപം ഏതാണ് എന്ന് ചോദിച്ചാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അതിൽ സലാം കൂടി ഉണ്ടെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ മുഹമ്മദിൻ, അല്ലെങ്കിൽ അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്, അല്ലെങ്കിൽ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഈ രൂപത്തിൽ നമുക്ക് ചെറിയ രൂപത്തിൽ സ്വലാത്ത് ചൊല്ലാവുന്നതാണ്, സലാം നേരാവുന്നതാണ്. വലിയ രൂപമാണെങ്കിൽ ഞാൻ നേരത്തെ പഠിപ്പിച്ച ഇബ്രാഹിമി സ്വലാത്തിലുള്ളതുപോലെയുള്ള സ്വലാത്തുകളും ചൊല്ലാം. ശ്രദ്ധിക്കുക, സ്വലാത്തിന് പ്രത്യേകമായി നമ്മുടെ വക പോരിശ പറയൽ, നമ്മുടെ വക എണ്ണം പറയൽ, നമ്മുടെ വക സമയം നിശ്ചയിക്കൽ, നമ്മുടെ വകയായിട്ടുള്ള പദങ്ങൾ കൊണ്ടുവരലൊക്കെ വളരെയധികം സൂക്ഷിക്കണം. അത് പാടില്ലാത്തതാണ്, ഹറാമാണ്. അത് പറയുമ്പോൾ അത് സ്വലാത്തിനോടുള്ള വിരോധമല്ല, മറിച്ച് ഏറ്റവും ശരിയായ സ്വലാത്ത് ചൊല്ലുക, അതിനെ പ്രതിഫലമുള്ള